NRI വാർത്തകളിലേക്ക്. ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് കുറഞ്ഞ നിരക്കിൽ ഇനി യാത്ര ചെയ്യാം. വിഷുവും ഈസ്റ്ററും ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് സുവർണാവസരം. കൊച്ചി സെക്ടറുകളിലാണ് വിമാന ടിക്കറ്റ് നിരക്ക് ഏറ്റവും കുറവ്. അടുത്ത മാസം ആദ്യം വരെ കുറഞ്ഞ നിരക്കിൽ പ്രവാസി മലയാളികൾക്ക് യാത്ര ചെയ്യാം. മടക്കയാത്രാ നിരക്കുകളിലും വൻ കുറവുണ്ട്. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് നൽകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നിലവിൽ 27 ഒമാനി റിയാലാണ് ടിക്കറ്റ് നിരക്ക്. മെയ് 1 വരെ ഈ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും. കൊച്ചിയിലേക്ക് ഏപ്രിൽ 30 വരെ 29 റിയാലാണ് നിരക്ക്. മസ്കറ്റ് തിരുവനന്തപുരം റൂട്ടിൽ 36 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. ഈ തുകയ്ക്ക് ഏപ്രിൽ 30 വരെ യാത്ര ചെയ്യാം. ടിക്കറ്റ് നിരക്ക് പ്രയോജനപ്പെടുത്തുന്ന ധാരാളം പ്രവാസികളുണ്ട്. എന്നാൽ സാധാരണ സീസണുകളെ അപേക്ഷിച്ച് യാത്രക്കാർ കുറവാണെന്ന് ട്രാവൽ ഏജന്റുമാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിലയേറിയ വസ്തുക്കൾ കൈവശം വയ്ക്കുന്ന യാത്രക്കാർക്ക് സുപ്രധാന അറിയിപ്പ് നൽകി ഖത്തർ കസ്റ്റംസ് അതോറിറ്റി. പണമോ അതിന് തുല്യമായ മൂല്യമേറിയ വസ്തുക്കളോ കൈവശം വയ്ക്കുന്ന യാത്രക്കാർ ഈ മുന്നറിയിപ്പ് പാലിക്കേണ്ടതാണ്. 50,000 റിയാലോ അതിൽ കൂടുതലോ മൂല്യമുള്ള പണമോ വിലപിടിപ്പുള്ള രേഖകളോ സ്വർണമോ മൂല്യമേറിയ രത്നങ്ങളോ കൈവശം വയ്ക്കുന്നവർ കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിക്കണം. വിമാനത്താവളത്തിലോ കര അതിർത്തിയിലോ സമുദ്ര തുറമുഖങ്ങളിലോ നേരിട്ടോ അല്ലെങ്കിൽ അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ ഫോം ലഭ്യമാകും. ഒരേ മൂല്യമുള്ള ഇതര കറൻസികളാണെങ്കിലും ഡിക്ലറേഷൻ ഇല്ലാതെ കൈവശം വയ്ക്കാൻ പാടില്ല. ഡോക്യുമെന്റ് രൂപത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ചെക്കുകൾ, പ്രോമിസറി നോട്ടുകൾ, പണമിടപാട് ഓർഡറുകൾ എന്നിവയും ഇതിലുൾപ്പെടും. ലോഹങ്ങളുടെ വിഭാഗത്തിൽ സ്വർണം, വെള്ളി, പ്ലാറ്റിനം പോലുള്ളവയും വജ്രം, മരതകം, മാണിക്യം, മുത്തുകൾ തുടങ്ങിയ കല്ലുകൾക്കും നിയമം ബാധകമാണ്. കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിക്കാതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ 3 വർഷം വരെ തടവും 5 ലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തർ എയർവേസിന്റെ മുഴുവൻ വിമാനങ്ങളിലും വൈഫൈ സൗകര്യം വരുന്നു. ഉപഗ്രഹ ഇന്റർനെറ്റായ സ്റ്റാർലിങ്ക് വഴി അതിവേഗ ഇന്റർനെറ്റാണ് സ്ഥാപിക്കുന്നത്. ഖത്തർ എയർവേസിന്റെ ബോയിംഗ് 777 വിഭാഗത്തിൽ ഏതാനും വിമാനങ്ങളിൽ മാത്രമാണ് ഇനി സ്റ്റാർലിങ്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാനുള്ളൂവെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് CEO എഞ്ചിനീയർ ബദർ മുഹമ്മദ് അൽമീർ പറഞ്ഞു. ഇത് വൻ വിജയമായതോടെ എയർബസിന്റെ A350 വിമാനങ്ങളിലും സ്റ്റാർലിങ്ക് വൈഫൈക്കുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ മാസത്തോടെ ഈ സേവനം വിപുലീകരിക്കുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. A350 വിമാനയാത്രക്കാർക്കും വൈഫൈ ലഭ്യമാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർലൈനായി ഖത്തർ എയർവേസ് മാറും. 35,000 അടി ഉയരത്തിൽ സ്ട്രീമിംഗ്, ഗെയിമിംഗ്, അതിവേഗ ബ്രൗസിംഗ് എന്നിവ സൗജന്യമായാണ് വൈഫൈ വഴി യാത്രക്കാർക്ക് ലഭ്യമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എണ്ണ വിലയിടിവ് സൗദി അറേബ്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന ഗോൾഡ്മാൻ സാക്സ്. രാജ്യത്തെ ബജറ്റ് കമ്മി $67 ബില്യൺ ഉയരും. ബജറ്റ് കമ്മി ഉയരുന്നതോടെ ആഗോള ബോണ്ട് വിപണികളിൽ നിന്ന് കൂടുതൽ കടം വാങ്ങാനും സമ്പദ്വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യുന്നതിനുമുള്ള $multi trillion പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ പ്രേരിപ്പിക്കും. ട്രംപിന്റെ പുതിയ താരിഫ് കാരണം ക്രൂഡ് ഓയിൽ വില 4 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. ഇത് ആഗോള മാന്ദ്യത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ സൗദി അറേബ്യയും റഷ്യയും നേതൃത്വം നൽകുന്ന എണ്ണ കൂട്ടായ്മയായ OPEC+ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. ഇത് ഊർജ്ജ വ്യാപാരികളെ ഞെട്ടിച്ചു. ട്രംപ് ചില ലെവികൾ ചുമത്തുന്നത് വൈകിപ്പിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ബുധനാഴ്ച വൈകുന്നേരത്തോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഉയർന്നു. സമീപകാല സംഭവ വികാസങ്ങൾ വിലയിരുത്തുകയാണെന്നും തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമായി നിലനിർത്താൻ ആവശ്യമായ ഏതു തീരുമാനങ്ങളും എടുക്കാൻ തയ്യാറാണെന്നും സൗദി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർ നുസൂഖ് പ്ലാറ്റ്ഫോം വഴി അപേക്ഷ നൽകണം. അനധികൃത കേന്ദ്രങ്ങളെ സമീപിക്കരുതെന്ന മുന്നറിയിപ്പ്. ഔദ്യോഗിക കേന്ദ്രങ്ങളിലൂടെ മാത്രമേ ഹജ്ജിന് അപേക്ഷ നൽകാവൂ എന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. 126 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നുസുഖ് ഹജ്ജ് പ്ലാറ്റ്ഫോം വഴി ഹജ്ജിന് ബുക്ക് ചെയ്യാം. തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. സംശയ നിവാരണത്തിനായി മന്ത്രാലയത്തിലെ അധികൃതരെ സമീപിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.